വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് മുതൽ ക്രിസ്മസ് ഡേയിലോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പീസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാന്റനീസ് സ്റ്റൈൽ ഹോൾ ചിക്കൻ. ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അവൻ യൂസ് ചെയ്തും അവൻ യൂസ് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അവൻ യൂസ് ചെയ്തിട്ടുള്ള കാന്റനീസ് ചിക്കനാണ്. ഈ ഒരു പ്രിപ്പറേഷന് എപ്പോഴും സ്കിന്നുള്ള ചിക്കൻ വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ചിക്കൻ്റെ ബാക്ക് ബോൺ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ബട്ടർഫ്ലൈ ഷേപ്പിലായിരിക്കും ഇരിക്കുക ആൻഡ് ഈവനായിട്ട് കുക്കാവുകയും ചെയ്യും. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് ഇതുപോലെ ചെറിയ സ്ലിറ്റ് കൊടുക്കുക. ആൻഡ് നന്നായിട്ടൊന്ന് പാറ്റ് ഡ്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ഹോൾ ചിക്കൻ്റെ ഏത് പ്രിപ്പറേഷൻ ആണെങ്കിലും ഇതുപോലെ പാറ്റ് ഡ്രൈ ചെയ്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ, 1 or 2 ടീസ്പൂൺ 828 സോസ്, 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്, 1 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 teaspoon dry red chili flakes, 1 tablespoon onion powder, 1 tablespoon garlic powder and a small pinch of rosemary. ഇത്രയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പ്രിപ്പറേഷൻ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യാം. ബട്ട് അത് നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഹണി ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആൻഡ് ജസ്റ്റ് ഈ മാരിനേഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് സോസാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടി 828 സോസും ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഡാർക്ക് കളറിൽ ചിക്കൻ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും അപ്പീലിംഗ്. അപ്പോൾ എപ്പോഴും ഡാർക്ക് സോയ ആണ് യൂസ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ, സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല, അത് കുറച്ച് സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എപ്പോഴും ഈ ചിക്കൻ്റെ സ്കിന്നിൻ്റെ അകത്ത് വേണം ബട്ടർ ഫില്ല് ചെയ്യാനായിട്ട്. ഇനി ഈ ചിക്കൻ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മാരിനേഡ് ഒന്ന് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ചിക്കനിൽ മാരിനേഡ് അപ്ലൈ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഉള്ളിലും നമ്മൾ നേരത്തെ സ്ലിറ്റ് ഇട്ട എല്ലായിടത്തും ഈ സോസ് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഈ ചിക്കൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇനിയൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ അവൻ യൂസ് ചെയ്യാണ്ടാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നതെങ്കിലും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അവൻ പ്രൂഫ് പാത്രം വയ്ക്കുക. ആൻഡ് അതിൻ്റെ മുകളിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രില്ല് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത ജ്യൂസും ആൻഡ് ചിക്കനിലുള്ള ഓയിലും ഇതുപോലെ അടിയിൽ വെച്ചേക്കുന്ന പാത്രത്തിൽ കളക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇതുപോലെ പാത്രം വെച്ചിട്ട് വേണം ചിക്കൻ ഗ്രില്ലിൽ വെക്കാനായിട്ട്. ആൻഡ് നമ്മുടെ സോസൊക്കെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ചിക്കനിൽ അപ്ലൈ ചെയ്യും. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അവൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ അവനൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ചിക്കൻ വെക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 10 minutes 250 degree Celsius അവനൊന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ചിക്കൻ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോസ്റ്റിൻ്റെ ബട്ടണിലേക്ക് അവനൊന്ന് സെറ്റ് ചെയ്യാം. ഇനി ഈ ചിക്കൻ ബോട്ടം ലെയറിലല്ല, ഏകദേശം ഒരു മിഡിലായിട്ട് വേണം ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഇനി ഒരു 2 minutes നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് ചിക്കൻ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം 150 ഡിഗ്രിയിൽ ചിക്കൻ റോസ്റ്റ് ചെയ്യുക. ഏകദേശം ഒരു 1 hour 20 minutes ഈ ചിക്കൻ കുക്കാവും.
ഇനി ഈ ചിക്കൻ നിങ്ങൾ അവൻ യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് ബോയിലിംഗ് വാട്ടർ ആഡ് ചെയ്ത് ചിക്കൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ആൻഡ് ചിക്കൻ കുക്കായി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിൽ ചെറിയ ഓയിൽ ആഡ് ചെയ്തൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ആൻഡ് ബാക്കി പ്രൊസീജിയർ നമ്മൾ അവനിൽ കുക്ക് ചെയ്ത് ചിക്കനിൽ ചെയ്യുന്നതിന് ചെയ്താൽ മതി. ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിൽ വന്നിരിക്കുന്ന ഓയിലിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ച് അല്ലെങ്കിൽ ഒരു കടായി ചൂടാക്കാൻ വെച്ച് ഈ ഡ്രിപ്പ് ചെയ്ത ഓയിലിൽ നമുക്ക് കുറച്ച് അനിയൻസും സെലറിയും ഒന്ന് സോട്ട് ചെയ്യാം. ഈ കടായിലോട്ട് ഒരു 2 to 3 അനിയൻസ് ആഡ് ചെയ്യുക. ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം അനിയൻസ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ആയാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അനിയൻസ് നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒരു 1/4 കപ്പ് സെലറി ആൻഡ് 1/4 കപ്പ് സ്പ്രിംഗ് അനിയൻ ആൻഡ് കുറച്ച് സെലറിയുടെ ലീവ്സ് അത്രയും ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്യാം. ഇനി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക്കും കൂടി ആഡ് ചെയ്യാം. ആൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവൻ യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ മാറ്റി വെച്ചിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ ഈ അണിയൻസും സെലറിയൊക്കെ സോട്ട് ചെയ്യുക. നമ്മൾ ഈ ചിക്കനിൽ ഇതുവരെ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് സോയാ സോസിലും ഓയിസ്റ്റർ സോസിലൊക്കെ നല്ല സോൾട്ട് കണ്ടൻറ്റ് ഉള്ള കാരണം അത് നോക്കിയിട്ട് വേണം ഈ അണിയൻസ് സോട്ട് ചെയ്യുമ്പോൾ സോൾട്ട് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്യാം. ആൻഡ് ഈ അനിയൻസ് ഒക്കെ ഒന്ന് ചിക്കനിൽ മേലെ ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ജസ്റ്റ് ഈ അനിയൻസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് സോൾട്ടും വേണമെങ്കിൽ ഹണിയും കുറച്ച് സോയാ സോസൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ചിക്കൻ കാണാൻ അപ്പീലിംഗ് ആയിരിക്കും. നമ്മുടെ കാന്റനീസ് ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ പ്രസൻറ്റ് ചെയ്യാം, നൂഡിൽസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും. അപ്പം ഞാനിന്ന് നൂഡിൽസിൻ്റെ കൂടെയാണിത് സെർവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒരു നൂഡിൽസിൻ്റെ ലെയറിൻ്റെ മേലെ നേരത്തെ സോട്ട് ചെയ്ത അനിയൻസൊക്കെ ഇതിന് മേലെ ആഡ് ചെയ്യും. എപ്പോഴും ഈ ചിക്കൻ നല്ല ഡാർക്ക് കളറിൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോഴും ഡാർക്ക് സോയ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് അനിയനും സെലറി ലീവ്സ് ഒക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം.